തുടങ്ങി പ്രതീക്ഷകളിൽ അവസാനിച്ച ഒരു വർഷം. ലോകം നിശബ്ദമായി നിന്ന നിമിഷങ്ങളിൽ പോലും സാമ്പത്തിക ചക്രങ്ങൾ തിരിഞ്ഞുകൊണ്ടിരുന്നു. അതാണ് 2025. ആഗോള വിപണികൾ, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ, പ്രവാസ ലോകം, കൃഷി, ടെക്നോളജി എല്ലാം ഒരുമിച്ചു മാറിയ വർഷം. ഇത് വെറും കണക്കുകളുടെ കഥയല്ല, മനുഷ്യരുടെ ജീവിതങ്ങളെ മാറ്റിയ ഒരു വർഷത്തിന്റെ കഥയാണ്. 2025 അതേ ഭയവും പ്രതീക്ഷയും തമ്മിൽ ലോകം നിശ്ചയിച്ച ഒരു വഴിത്തിരിവ്. ഈ പ്രത്യേക പരിപാടിയിൽ 2025 സാമ്പത്തിക ലോകത്ത് എന്ത് സംഭവിച്ചു എന്ന് വിശദമായി പരിശോധിക്കാം. 2025 ആരംഭിച്ചത് മാന്ദ്യ ഭീതിയോടെയായിരുന്നു. എന്നാൽ വർഷാവസാനം ലോകം കണ്ടത് ഒരു സാമ്പത്തിക തിരിച്ചുവരവായിരുന്നു. അമേരിക്കയുടെ സോഫ്റ്റ് ലാൻഡിംഗ്. 2024 ലോകം ഭയപ്പെട്ടിരുന്ന വലിയ മാന്ദ്യം ഫെഡറൽ റിസർവ് ഒഴിവാക്കി. പലിശ നിരക്കുകൾ കുറച്ചതോടെ ആഗോള വിപണികൾക്ക് അത് ആശ്വാസമായി. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെറും ടെക്നോളജി അല്ലാതായി, ഒരു സമ്പദ് വ്യവസ്ഥയായി. ഓപ്പൺ എഐ, ഗൂഗിൾ, എൻവിഡിയ, AI വിപ്ലവത്തിന് മുന്നിൽ നിന്ന കമ്പനികൾ, വൈറ്റ് കോളർ ജോലികളിൽ പോലും AI കടന്നു കയറിയ വർഷം ഇതാണ്. ഭയപ്പെട്ടിരുന്ന വലിയൊരു മാന്ദ്യം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ അതിജീവിച്ചു. ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചു തുടങ്ങിയത് ആഗോള വിപണിക്ക് ആശ്വാസമായി. ഓപ്പൺ AI, ഗൂഗിൾ, എൻവിഡിയ തുടങ്ങിയ കമ്പനികൾ നയിക്കുന്ന AI വിപ്ലവം തൊഴിൽ വിപണിയെ മാറ്റിമറിച്ചു. വൈറ്റ് കോളർ ജോലികളിൽ AIയുടെ കടന്നുകയറ്റം 2025 പ്രകടമായി. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂടിയതും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലേക്കുള്ള മാറ്റവും കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ കുതിപ്പുണ്ടാക്കിയില്ല. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതി രാജ്യങ്ങൾക്ക് ആശ്വാസമായി. ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി 2025 ഇന്ത്യ ഈ സ്ഥാനം ഉറപ്പിച്ചു. സെൻസെക്സ് 90,000, 1,00,000 മാന്ത്രിക സംഖ്യകൾക്ക് സമീപം. മെയ്ക്ക് ഇൻ ഇന്ത്യ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണം ഗുജറാത്തിലും അസമിലും. ഇന്ത്യ ടെക്നോളജി ഹബ്ബാകുന്ന കാഴ്ച. ഇന്ത്യ ലോകത്തെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തി എന്ന പദവിയിൽ ഉറച്ചു നിൽക്കുകയാണ്. $5 ട്രില്യൺ സമ്പദ് വ്യവസ്ഥ എന്ന ലക്ഷ്യത്തിലേക്ക് രാജ്യം കൂടുതൽ അടുക്കുന്ന കാഴ്ചയാണ് 2025 കണ്ടത്. ഇന്ത്യൻ ഓഹരി വിപണി ചരിത്രപരമായ നേട്ടങ്ങൾ കൊയ്തു. സെൻസെക്സ് 90,000, 1,00,000 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അടുത്തത് നിക്ഷേപകർക്ക് ആഘോഷമായി. സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണം ഗുജറാത്തിലും അസമിലും സജീവമായത് ഇന്ത്യയെ ടെക്നോളജി ഹബ്ബാക്കി മാറ്റുന്നതിൽ നിർണായകമായി. ഇനി കേരളത്തിൽ ശ്രദ്ധിച്ചാൽ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് വിലക്കയറ്റമാണ്. സ്വർണ്ണവില പവന് 1,00,000 രൂപയായി. രൂപയുടെ മൂല്യത്തകർച്ച നാട്ടിൽ വിലക്കയറ്റമായി. പലിശ കുറഞ്ഞതോടെ റിയൽ എസ്റ്റേറ്റ്, ഹൗസിംഗ് ലോണുകൾ വർഷാവസാനം ചെറിയ ഉണർവ്. ക്രിപ്റ്റോ ലോകം വീണ്ടും തിളങ്ങി. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരെ കരയിപ്പിച്ച വർഷമാണ് 2025. വർഷം പകുതി കടന്നപ്പോഴേക്കും പവന് 60,000 മുതൽ 70,000 രൂപ എന്ന നിലയിലേക്ക് കുതിച്ച സ്വർണ്ണവില ഇപ്പോൾ 1,00,000 രൂപയും കടന്നിരിക്കുകയാണ്. അതേസമയം ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. ഇത് പ്രവാസികൾക്ക് ഗുണകരമായപ്പോൾ നാട്ടിലെ വിലക്കയറ്റത്തിന് ആക്കം കൂട്ടി. പലിശ നിരക്കുകൾ കുറഞ്ഞതോടെ ഭവന വായ്പാ വിപണിയിലും റിയൽ എസ്റ്റേറ്റിലും ചെറിയൊരു ഉണർവ് 2025 അവസാനം ദൃശ്യമായി. റിസർവ് ബാങ്കിന്റെ ഡിജിറ്റൽ കറൻസിയായ ഈ രൂപ UPI പോലെ ജനകീയമായി മാറുന്നതിന് 2025 സാക്ഷ്യം വഹിച്ചു. ക്രിപ്റ്റോ കറൻസികൾക്ക് കൂടുതൽ അംഗീകാരം ലഭിച്ച വർഷം. ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ളവ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഇടം പിടിച്ചു. ചുരുക്കത്തിൽ വെല്ലുവിളികൾ ഉണ്ടായെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 2025 ഒരു ഗ്രോത്ത് ഇയർ തന്നെയായിരുന്നു. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും മറുഭാഗത്ത് നിലനിൽക്കുമ്പോഴും ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ തിളക്കമുള്ളതായി. പ്രവാസികൾക്ക് 2025 നേട്ടവും നഷ്ടവും ഒരുപോലെ. HR, ഫിനാൻസ്, അഡ്മിൻ മേഖലകളിൽ മലയാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്ന കാഴ്ചയും. അതേസമയം UAE ജോബ് ലോസ് ഇൻഷുറൻസ്, ജോലി പോയാൽ 3 മാസം വരുമാനം ലഭിക്കുന്നത് കണ്ടു. AI എക്സ്പേർട്സ്, ഇൻവെസ്റ്റേഴ്സ്, ടൂറിസ്റ്റുകൾ, പ്രവാസികൾക്ക് പുതിയ വഴികളും തുറന്നു കിട്ടിയ ഒരു വർഷം കൂടിയാണ് 2025. ഇന്ത്യൻ പ്രവാസികൾക്ക് വലിയ നേട്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടായ വർഷമാണ് കടന്നുപോയത്. ട്രംപിന്റെ താരിഫ് നയങ്ങളും ഗൾഫ് രാജ്യങ്ങളിലെ സ്വദേശിവൽക്കരണവും പ്രവാസികൾക്ക് തിരിച്ചടിയായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഒട്ടേറെ തൊഴിലവസരങ്ങൾ ലഭിച്ചത് 2025 നേട്ടമായി.
UAE, സൗദി, ഒമാൻ എന്നിവിടങ്ങളിൽ സ്വദേശിവൽക്കരണം വ്യാപകമായതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി മാറി. മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം നാഫിസ് പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ മേഖലയിൽ സ്വദേശിവൽക്കരണം ശക്തമാക്കി. 50-ലധികം ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾ 2025 ഡിസംബർ 31-നകം 8% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കണം. ഈ നിർബന്ധിത ക്വാട്ട പാലിക്കാൻ കമ്പനികൾ പുതിയ നിയമനങ്ങളിൽ സ്വദേശികൾക്ക് മുൻഗണന നൽകുന്നതിനപ്പുറം നിലവിൽ പ്രവാസികൾക്കുള്ള തസ്തികകളിൽ സ്വദേശികളെ നിയമിക്കാനും നിർബന്ധിതരാകും. അഡ്മിനിസ്ട്രേഷൻ, ഹ്യൂമൻ റിസോഴ്സസ്, ഫിനാൻസ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഉയർന്ന ശമ്പളമുള്ളതും വൈദഗ്ധ്യം ആവശ്യമുള്ളതുമായ തസ്തികകളിൽ ജോലി ചെയ്യുന്ന മലയാളികളെയാണ് ഇത് കൂടുതലായും നേരിട്ട് ബാധിക്കുക. മലയാളികളായ പ്രൊഫഷണലുകൾ ഈ തസ്തികകളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതോടെ അവർക്ക് തൊഴിൽ വിപണിയിൽ മറ്റു വഴികൾ തേടേണ്ടി വരുന്നു. അതേസമയം മറ്റ് എമിറേറ്റുകളിലോ ഗൾഫ് രാജ്യങ്ങളിലോ അവസരം ലഭിക്കാതെ വരുമ്പോൾ നാട്ടിലേക്ക് തിരികെ പോകുകയല്ലാതെ മറ്റു വഴിയില്ലാത്ത അവസ്ഥയിലേക്കാണ് പലരും നീങ്ങുന്നത്. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെയും സ്വദേശിവൽക്കരണ നിയമം ശക്തമായി ബാധിക്കുന്നു. സൗദി അറേബ്യയിലും വിവിധ മേഖലകളിൽ സ്വദേശിവൽക്കരണ നടപടികൾ ഊർജിതമായി നടപ്പാക്കിയത് പ്രവാസികൾക്ക് ആഘാതമായി. എഞ്ചിനീയറിംഗ് മേഖലയിൽ 25% സ്വദേശിവൽക്കരണം നടപ്പിലാക്കി. അക്കൗണ്ടിംഗ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഗാർഹിക തൊഴിൽ, ഫാർമസി തുടങ്ങിയ വിദേശികൾ അധികവും ജോലി ചെയ്യുന്ന മേഖലകളിലും സ്വദേശികൾക്ക് കൂടുതൽ അവസരം നൽകുന്നത് മലയാളികളെ കാര്യമായി ബാധിച്ചു. സൗദി വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായാണ് കൂടുതൽ സ്വദേശികൾക്ക് തൊഴിൽ നൽകാൻ ലക്ഷ്യമിടുന്നത്. ഒമാനിലും സ്വദേശിവൽക്കരണ നടപടികൾ കടുപ്പിച്ചത് മലയാളി പ്രവാസികളെ കാര്യമായി ബാധിച്ചു. രാജ്യത്തുള്ള മുഴുവൻ വിദേശ സ്ഥാപനങ്ങളും പ്രവൃത്തി ആരംഭിച്ച വർഷത്തിനുള്ളിൽ ഒരു സ്വദേശിയെങ്കിലും നിയമിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ചെറിയ കമ്പനികളും സ്വദേശിവൽക്കരണത്തിന്റെ പരിധിയിൽ വരും. ഒമാന്റെ സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ നടപ്പാക്കിയത്. സർക്കാർ സ്വകാര്യ മേഖലകളിലെ ജീവനക്കാർക്ക് സ്വന്തമായി സംരംഭം തുടങ്ങാൻ ചില നിബന്ധനകളുണ്ട്. വിദേശ മൂലധന നിക്ഷേപ നിയമപ്രകാരം പ്രത്യേക വ്യവസ്ഥകൾ പാലിക്കണം. തൊഴിലുടമ അനുമതി നേടണം. നിലവിലുള്ള ജോലി കരാർ അവസാനിപ്പിക്കണം. ഇതൊക്കെയാണ് പ്രധാന വ്യവസ്ഥകളെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. UAE-ൽ നിർബന്ധിത തൊഴിൽ നഷ്ട ഇൻഷുറൻസ് നടപ്പാക്കിയതും മലയാളികൾക്ക് നേട്ടമായി. തന്റേതല്ലാത്ത കാരണത്താൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് അവസാന അടിസ്ഥാന വേതനത്തിന്റെ 60% വരെ പരമാവധി 3 മാസത്തേക്ക് നഷ്ടപരിഹാരമായി നൽകുന്നതാണ് പദ്ധതി. ജോലി നഷ്ടപ്പെട്ട കാലയളവിൽ ജീവിത വരുമാനമെന്ന നിലയിലാണ് ആനുകൂല്യം നൽകുന്നത്. ഈ കാലയളവിൽ മറ്റൊരു ജോലി കണ്ടെത്താനും സാവകാശം ലഭിക്കും. UAE-ൽ താമസ കുടിയേറ്റ നിയമങ്ങളിൽ വലിയ പരിഷ്കാരങ്ങൾ വരുത്തിയത് ഇന്ത്യൻ പ്രവാസികൾക്കും നേട്ടമായി. നിക്ഷേപകർക്കും വിദഗ്ധ തൊഴിലാളികൾക്കും സന്ദർശകർക്കും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാണ് പുതിയ വിസ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിയത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വിദഗ്ധർക്കും ക്രൂയിസ് ടൂറിസ്റ്റുകൾക്കും പ്രത്യേക വിസ അനുവദിച്ചു. പ്രവാസി മലയാളികളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി. നോർക്ക കെയർ പദ്ധതിയിൽ വിദേശത്തുള്ള കേരളീയർക്കും കുടുംബങ്ങൾക്കും പ്രയോജനം ലഭിക്കും. ഏറെക്കാലമായി പ്രവാസി കേരളീയരുടെ പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു സമഗ്രമായ ആരോഗ്യ അപകട ഇൻഷുറൻസ് പരിരക്ഷ എന്നത്. കാനഡയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യക്കാരെ പുറത്താക്കുന്നതിനും 2025 സാക്ഷ്യം വഹിച്ചു. കുടിയേറ്റ വിരുദ്ധ വികാരം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലായിരുന്നു ഈ തീരുമാനമെടുത്തത്. കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരുടെ എണ്ണത്തിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. കനേഡിയൻ ബോർഡർ സർവീസസ് ഏജൻസിയാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടത്. 2019 625 ഇന്ത്യക്കാരാണ് കാനഡയിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്. 2025 ജൂലൈ 28 ആയപ്പോഴേക്കും 1891 ഇന്ത്യൻ പൗരന്മാരാണ് കാനഡയിൽ നിന്ന് നിർബന്ധിതമായി പുറത്താക്കപ്പെട്ടത്. ഇന്ത്യൻ പാസ്പോർട്ടും സൗദി പാസ്പോർട്ടും ഉള്ളവർക്ക് ഇരു രാജ്യങ്ങളിലേക്കും വിസയില്ലാതെ ഇനി മുതൽ യാത്ര ചെയ്യാം. ഇതു സംബന്ധിച്ച കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചതും പ്രവാസികൾക്ക് വലിയ നേട്ടമായി. കേരളം ദേശീയ കാർഷിക മേഖലയിലെ സർക്കാർ നയങ്ങൾ, കാർഷിക സാങ്കേതിക നയങ്ങൾ, രാജ്യാന്തര കാർഷിക മേഖല എന്നിങ്ങനെ വിവിധ മേഖലകളിലായി നൽകിയിട്ടുള്ള വാർത്തകളെല്ലാം കഴിഞ്ഞ ഒരു വർഷമായി കൃത്യമായി കൊടുത്ത അപ്ഡേറ്റുകളാണ്. അതൊന്ന് കണ്ടുവരാം. വർഷത്തിന്റെ ആദ്യ ദിനത്തിൽ തന്നെ സംസ്ഥാനത്ത് നാളികേരോൽപ്പന്നങ്ങളുടെ വില ഉയർന്നു. വിവിധ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരെല്ലാം കാലാവസ്ഥാ വ്യതിയാനവും ഉൽപാദന ഇടിവ് മൂലം കനത്ത നഷ്ടങ്ങളാണ് നേരിട്ടത്. അതേസമയം രാജ്യത്ത് കാർഷിക വൃത്തിയിലേക്ക് കടക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. വെളിച്ചെണ്ണ വില റെക്കോർഡുകൾ താണ്ടിയ വർഷമായിരുന്നു 2025. ഈ നേട്ടം യഥാക്രമം കർഷകരിലേക്ക് എത്താത്ത സാഹചര്യമായിരുന്നു.
വെളിച്ചെണ്ണ ലിറ്ററിന് 500 വരെ എത്തിയിരുന്നു. സംസ്ഥാനത്ത് രാസവളക്ഷാമം രൂക്ഷം. പൊട്ടാഷ്, യൂറിയ, ബറോക്സ് എന്നിവ ലഭിക്കാനാണ് ഏറെ ബുദ്ധിമുട്ട്. നെല്ല്, വാഴ, പച്ചക്കറി തുടങ്ങിയ മേഖലകളിലാണ് പ്രതിസന്ധി കൂടുതൽ. കൂടാതെ യൂറിയ ഉറപ്പാക്കണമെന്ന ആവശ്യവുമായി കേരളം കേന്ദ്രത്തെ സമീപിച്ചതും 2025-ലാണ്. കാപ്പി വിപണിയും അസ്ഥിരതയിലായിരുന്നു. ആഗോള വിപണിയിൽ കനത്ത വില ലഭിച്ചപ്പോൾ ഉൽപാദന ഭീതിയിലായിരുന്നു കേരളത്തിലെ കാപ്പി കർഷകർ, പ്രത്യേകിച്ച് വയനാട് മേഖലയിൽ. തേയില വിപണിയിൽ ഉത്സവ സീസണിൽ മികച്ച വില മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇടുക്കിയിലെ പല തേയിലത്തോട്ടങ്ങളും അടച്ചുപൂട്ടുകയാണ്. കാപ്പി കർഷകരെ വലച്ച് തൊഴിലാളി ക്ഷാമവും വിളവെടുക്കാൻ കഴിയാത്ത കാപ്പിക്കുരു വീണ് നശിക്കുന്നതും മറ്റൊരു കാഴ്ചയാണ്. താമരപ്പൂക്കളുടെ ആവശ്യകത വർദ്ധിച്ചു. ക്ഷേത്ര ആവശ്യങ്ങൾക്കും വിവാഹങ്ങളിലും താമര ഒഴിച്ചുകൂടാനാവാത്തതിനാൽ കേരളത്തിന്റെ പലയിടത്തും കൃഷി സജീവമാവുകയും ചെയ്തു. പച്ചക്കറി വിപണിയിൽ മുരിങ്ങക്കായ 400-ലേക്ക് റെക്കോർഡിട്ടു. തക്കാളി വില കത്തിക്കയറി. പഴവിപണിയിൽ ആപ്പിൾ, പൈനാപ്പിൾ, ഓറഞ്ച് വിലകൾ കിലോയ്ക്ക് 300 കടന്നു. വട്ടവടയിൽ വീണ്ടും സ്ട്രോബെറി കാലമായി. ഏത്തപ്പഴ വിപണി ഓണത്തിന് പോലും വിലയിടിവ് നേരിട്ടു. മറുനാടന്റെ വരവും പുള്ളിക്കുത്തുകളും വിലയിടിയാൻ കാരണമായി. നെല്ല് സംഭരിക്കാൻ സപ്ലൈകോ തയ്യാറായില്ല. ആലപ്പുഴയിലെ കർഷകർ ആശങ്കയിലാണ്. മഴയിൽ നെല്ലുകൾ മുളച്ചു തുടങ്ങുമെന്ന ആശങ്കയിലായിരുന്നു കർഷകർ. കുരുമുളക്, ഇഞ്ചി കർഷകർക്ക് ഇനി ആശ്വസിക്കാം. വിളകളിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനുള്ള വളർച്ച മെച്ചപ്പെടുത്തുന്ന ബയോ ക്യാപ്സ്യൂൾ കീടനാശിനി പരീക്ഷണം വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് സംസ്ഥാന കൃഷി വകുപ്പ്. കേന്ദ്രം ദേശീയ ഗോപാൽ രത്ന അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. മികച്ച ക്ഷീരസഹകരണ സംഘത്തിനുള്ള ആദ്യ 2 സ്ഥാനവും കേരളത്തിനാണ്. മറയൂരിൽ കാട്ടുകൂർക്ക വിൽപ്പന കനക്കുന്നു. വിളവെടുപ്പ് 2026 ഫെബ്രുവരി വരെ നീളും. ക്ഷീരസംഘങ്ങളിൽ പാൽ നൽകുന്ന കർഷകർക്ക് ഉൽപാദന ചെലവിന് ആനുപാതികമായ വില ലഭിക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നു. പാലിന് 50 രൂപയെങ്കിലും കിട്ടണമെന്ന ആവശ്യവുമായാണ് ക്ഷീരകർഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പശുക്കളുടെ എണ്ണം ഗണ്യമായി കുറയുന്നതാണ് മറ്റൊരു റിപ്പോർട്ട്. പാലുൽപാദനം കുറഞ്ഞതിനു പിന്നാലെ പരിപാലന ചെലവും ഉയർന്നതോടെ ക്ഷീരകർഷകർ ഈ മേഖല ഉപേക്ഷിച്ച് പോകുന്നത് സ്ഥിരം കാഴ്ചയാണ്. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ. കാട്ടുപന്നികളുടെ ആക്രമണങ്ങൾ കൂടുതൽ കണ്ടെത്തിയ വില്ലേജുകളിൽ 6 മാസത്തേക്കെങ്കിലും പ്രഖ്യാപനം നടത്തണമെന്നാണ് ആവശ്യം. ലോകബാങ്ക് സഹായത്തോടെ നടപ്പിലാക്കുന്ന കേര പദ്ധതിക്കായി റബ്ബർ ബോർഡുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. കോട്ടയം, എറണാകുളം, പത്തനംതിട്ട, കണ്ണൂർ, മലപ്പുറം, തിരുവനന്തപുരം എന്നീ 6 ജില്ലകളിലെ റബ്ബർ കർഷകർക്കും ഇടുക്കി ജില്ലയിലെ ഏലകർഷകർക്കും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭക്ഷ്യധാന ഉൽപാദനത്തിൽ ഇന്ത്യ മുന്നേറുന്നു എന്നതാണ് ദേശീയ തലത്തിലുള്ള മറ്റൊരു വാർത്ത. നേട്ടമായത് അരി, ഗോതമ്പ്, സോയാബീൻ, നിലക്കടല എന്നിവയുൾപ്പെടെയുള്ള വിളകളുടെ ഉൽപാദനത്തിലെ വർധന. ദേശീയ തലത്തിൽ ഖാരിഫ്, റാബി സീസണുകളിൽ അരി, ഗോതമ്പ് ഉൽപാദനം നേരത്തെയായി. സംഭരണവും റെക്കോർഡ് മുന്നേറ്റം കാഴ്ചവെച്ചു. പഞ്ചാബ്, ഹരിയാന സംസ്ഥാനങ്ങളാണ് കൂടുതൽ ഉൽപാദനം രേഖപ്പെടുത്തിയത്. പഞ്ചസാര ഉൽപാദനത്തിൽ ഇന്ത്യ മുന്നേറി. ഇത് കയറ്റുമതി ഉയർത്തുമെന്നാണ് വിലയിരുത്തൽ. പരുത്തി കൃഷിക്ക് വില്ലനായി കാലാവസ്ഥ. പല ഉൽപാദന സംസ്ഥാനങ്ങളിലും വിളനാശം റിപ്പോർട്ട് ചെയ്തു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ ഇന്ത്യയുടെ അരി സംഭരണത്തിൽ 13% വർധന രേഖപ്പെടുത്തിയത്. പഞ്ചാബിലും ഹരിയാനയിലും അരി സംഭരണം അവസാനിച്ചു. നേട്ടമായത് ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള സംഭരണമാണ്. ഹരിയാനയിലെ കരിമ്പ് കർഷകർക്ക് ദീപാവലി ബോണസ് പ്രഖ്യാപിച്ചു. കരിമ്പിന് ഏറ്റവും ഉയർന്ന താങ്ങുവില നൽകുന്ന സംസ്ഥാനമായി ഇതോടെ ഹരിയാന മാറി. അടുത്ത 5 വർഷത്തിനുള്ളിൽ പൊതുവിതരണ സംവിധാനം പരിഷ്കരിക്കാനും ആധുനികവൽക്കരിക്കാനും കാർഷിക അധിഷ്ഠിത കയറ്റുമതി ഇരട്ടിയാക്കാനും രാജ്യം ലക്ഷ്യമിടുന്നുവെന്ന് കേന്ദ്ര ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. US തീരുവ വർധന ഒഡീഷയിലെ 1/4 ലക്ഷം ചെമ്മീൻ കർഷകരെയും 62 സമുദ്രോൽപ്പന്ന സംരംഭകരെയും ബാധിച്ചതായാണ് റിപ്പോർട്ട്. പുതിയ വിപണികൾ അതിവേഗം കണ്ടുപിടിക്കേണ്ടി വരുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയിലെ 60%-ലധികം കർഷകർക്കും ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കുന്നില്ലെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കർഷകർക്ക് ബാങ്കുകളിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പകൾ കിട്ടാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. 2025-ൽ കാർഷിക മേഖലയിൽ സർക്കാർ നയങ്ങൾ ശ്രദ്ധേയമാണ്. ആദ്യ പ്രഖ്യാപനങ്ങളിലൊന്നാണ് കാർഷിക മേഖലയ്ക്ക് 3850 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്. വിള ഇൻഷുറൻസ് പദ്ധതിയായ ഫസൽ ഭീമ യോജന 2026 വരെ തുടരുമെന്നത് മറ്റൊരു പ്രത്യേകത. കിസാൻ ക്രെഡിറ്റ് കാർഡ് പരിധി ഉയർത്തി. കാർഷിക മേഖലയ്ക്കുള്ള വായ്പ എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ബജറ്റ് പ്രഖ്യാപനത്തിലൂടെ താരമായത് മഖാനയാണ്. സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന വിപണി അടുത്തിടെയായി മുന്നേറ്റത്തിലാണ്. കേന്ദ്ര ബജറ്റിൽ റബ്ബർ മേഖലയെ അവഗണിച്ചുവെന്നാണ് കർഷകരുടെ പരാതി. ചെറുകിട കർഷകരുടെ അടിസ്ഥാന താങ്ങുവില ആവശ്യം ബജറ്റിൽ പരിഗണിച്ചില്ലെന്നാണ് നാഷണൽ കൺസോർഷ്യം ഓഫ് റബ്ബർ പ്രൊഡ്യൂസേഴ്സിന്റെ പരാതി.
മൃഗാരോഗ്യ സംരക്ഷണത്തിൽ നിർണായക നീക്കമാണ് മറ്റൊരു പ്രത്യേകത. ദേശീയ വെറ്റിനറി ബ്ലഡ് ബാങ്ക് പരിഗണനയിൽ കർഷകർക്കായി 24,000 കോടി രൂപയുടെ PM ധൻ കൃഷി യോജന പദ്ധതി പ്രഖ്യാപിച്ച് മോദി. ലക്ഷ്യം 100 കാർഷിക വിളകളുടെ ഉന്നമനമാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലമുള്ള വിളനാശത്തിന് ഫസൽ ബീമ യോജന പ്രകാരം പരിരക്ഷ ഉറപ്പാക്കി. 2026 ഖാരിഫ് മുതൽ പദ്ധതി നടപ്പിലാക്കും. കേന്ദ്ര സർക്കാരിന്റെ വിത്ത് നിയമ ഭേദഗതി 2025 ശ്രദ്ധേയമായ പ്രഖ്യാപനമാണ്. ക്ഷീരമേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള കാർഷിക പരിഷ്കാരങ്ങൾ, കർഷകരുടെ വേതനം, ഇന്ത്യയുടെ എണ്ണപ്പന കൃഷി പദ്ധതി വ്യാപിപ്പിക്കൽ, PM കിസാന് കീഴിൽ 6,000 രൂപയുടെ പുതിയ ഗഡു വിതരണം ചെയ്യൽ എന്നിവയെല്ലാം 2025 ശ്രദ്ധ നേടി. ഇന്ത്യയുടെ പഞ്ചസാര കയറ്റുമതി നയം, മഖാന വികസന പദ്ധതിക്ക് 476 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചിരുന്നു. കർഷക ഉൽപാദന സംഘങ്ങൾക്കായുള്ള കേന്ദ്ര സർക്കാരിന്റെ FPO പദ്ധതി നീട്ടുന്നു. 2026 മുതൽ 2031 വരെ 5 വർഷത്തേക്ക് കൂടിയാണ് പ്രവർത്തനം നീട്ടുന്നതെന്ന് കൃഷി വകുപ്പ് സെക്രട്ടറി ദേവേഷ് ചതുർവേദി അറിയിച്ചിരുന്നു. ഭക്ഷ്യ ഉൽപാദനത്തിൽ ഇന്ത്യ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രഖ്യാപിച്ചു. 2025 357 ദശലക്ഷം ഭക്ഷ്യധാന്യം ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചതായി മൻ കി ബാത്തിലൂടെയാണ് മോദി വ്യക്തമാക്കിയത്. രാജ്യാന്തര കാർഷിക മേഖലയിലും പോയ വർഷം ഒട്ടേറെ സംഭവവികാസങ്ങൾ നടന്നിരുന്നു. ഇന്ത്യയുടെ പരുത്തി ഇറക്കുമതി റെക്കോർഡിലേക്ക് രേഖപ്പെടുത്തി. ഇന്ത്യയുടെ സോയാബീൻ മീൽ കയറ്റുമതിയിൽ കനത്ത ഇടിവ്. ആഗോള റബ്ബർ വിപണിയിൽ ഏറ്റക്കുറച്ചിലുകൾ. ഇന്ത്യ അമേരിക്കയിലേക്ക് ഗുണമേന്മയില്ലാത്ത ബസുമതി അരി തള്ളുന്നതായി അമേരിക്കൻ ആരോപണം. ജനിതകമാറ്റം വരുത്തിയ മികച്ച ബസുമതി അരിയാണ് ഇന്ത്യ കയറ്റി അയക്കുന്നതെന്നും ആരോപണത്തിന് ഇന്ത്യ മറുവാദം പ്രഖ്യാപിച്ചു. വെളിച്ചെണ്ണ വിപണിക്ക് പുതിയ വെല്ലുവിളിയായി സോയ ഓയിൽ. രാജ്യാന്തര വിപണിയിൽ നിന്ന് സോയ ഓയിൽ ഇറക്കുമതിക്കായി ഇന്ത്യൻ വ്യവസായികൾ വൻ കരാറുകളാണ് പോയ വർഷം ഒപ്പുവെച്ചത്. ഇന്ത്യൻ ഉള്ളി വിപണി കയറ്റുമതി മാന്ദ്യം നേരിട്ടു. പ്രധാന വിപണികളിൽ കിടമത്സരം വർദ്ധിച്ചതാണ് ഇന്ത്യക്ക് വിനയായത്. സോയാബീൻ വിപണിയിൽ അമേരിക്കയ്ക്ക് തിരിച്ചടി. US-ൽ നിന്നും സോയാബീൻ വാങ്ങുന്നത് ചൈന താൽക്കാലികമായി നിർത്തിവച്ച വർഷമായിരുന്നു 2025. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വീണ്ടും വളർച്ചയിൽ. ഏഷ്യൻ യൂറോപ്യൻ വിപണികൾ തിരിച്ചുവരവ് നടത്തിയതാണ് ഇന്ത്യക്ക് നേട്ടമായത്. കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിൽ ഒന്നായിരുന്നു 2025. അതോടൊപ്പം കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ വിഴിഞ്ഞം തുറമുഖം അടുത്ത ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ്. കേരളത്തിന്റെ വ്യവസായ ചരിത്രത്തിലെ നാഴികക്കല്ലുകളിലൊന്നായിരുന്നു 2025 ഫെബ്രുവരി 21-22 തീയതികളിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കപ്പെട്ട ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ്. സംസ്ഥാനത്തെ നിക്ഷേപക സൗഹൃദാന്തരീക്ഷം ലോകത്തെ ബോധ്യപ്പെടുത്തുന്നതിൽ വൻ വിജയമായിരുന്നു സമ്മിറ്റ് എന്ന് പിന്നിട്ട 10 മാസങ്ങൾ തെളിയിക്കുന്നു. 449 താൽപര്യപത്രങ്ങളാണ് സമ്മിറ്റിൽ ഒപ്പുവെച്ചത്. 1.81 ലക്ഷം കോടി മൂല്യം വരുന്ന നിക്ഷേപ താൽപര്യപത്രങ്ങൾ സംസ്ഥാനത്തിൽ ലഭിക്കുകയും ചെയ്തു. ഇതിലൂടെ 5 ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ടു. ടൂറിസം, ഭക്ഷ്യ സംസ്കരണം, ഇലക്ട്രോണിക് ഘടകങ്ങളുടെ നിർമ്മാണം, IT അധിഷ്ഠിത വ്യവസായങ്ങൾ, മരാധിഷ്ഠിത വ്യവസായങ്ങൾ, റബ്ബർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഫാർമസ്യൂട്ടിക്കൽസ്, ഹെൽത്ത് കെയർ, ആയുർവേദ ആൻഡ് വെൽനസ് തുടങ്ങിയ മേഖലകളിലാണ് നിക്ഷേപ താൽപര്യപത്രങ്ങളിൽ അധികവും ഒപ്പുവെച്ചത്. ലോകോത്തര ബ്രാൻഡുകൾ മുതൽ കേരളത്തിന്റെ സ്വന്തം കമ്പനികൾ വരെ നിക്ഷേപ താൽപര്യം പ്രകടിപ്പിക്കുകയുണ്ടായി. ഇതിൽ 104 നിക്ഷേപ പദ്ധതികളുടെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. നിക്ഷേപ സൗഹൃദ റാങ്കിൽ തുടർച്ചയായി 2ാം വട്ടവും 1ാം നിരയിലാണ് കേരളം. ഇതിനകം നിർമ്മാണം ആരംഭിച്ച പദ്ധതികളിലൂടെ 35,463 കോടി രൂപയുടെ നിക്ഷേപവും 50,483 തൊഴിലവസരങ്ങളും സംസ്ഥാനത്ത് സൃഷ്ടിക്കപ്പെടുകയുണ്ടായി. കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ വിഴിഞ്ഞം തുറമുഖം അടുത്ത ചുവടുവയ്പ്പിന് ഒരുങ്ങുകയാണ്. വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണോദ്ഘാടനം അടുത്ത മാസം. തുറമുഖത്ത് നിന്നും ദേശീയപാത ബൈപ്പാസിലേക്കുള്ള റോഡിന്റെ ഉദ്ഘാടനവും നടക്കും. കഴിഞ്ഞ വർഷം ഡിസംബർ 3-ന് വാണിജ്യ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രതിവർഷം 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാമെന്നായിരുന്നു പ്രതീക്ഷ. കണക്കുകൂട്ടലിലെല്ലാം തെറ്റിച്ച് ഒരു വർഷം കൊണ്ട് 13.25 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തു. 636 കപ്പലുകൾ വന്നുപോയതിലൂടെ 97 കോടി രൂപയുടെ നികുതി വരുമാനവും സർക്കാരിന് ലഭിച്ചു. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാനുള്ള ഒരുക്കങ്ങളുമായിട്ടുണ്ട്. പുതിയ കരാർ അനുസരിച്ച് 2028 തുറമുഖത്തിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർത്തീകരിക്കും. ഇതോടെ വിഴിഞ്ഞം ലോക ശ്രദ്ധിക്കുന്ന തുറമുഖമായി മാറും. നിലവിലുള്ള 800 മീറ്റർ ബെർത്തിനോട് 1200 മീറ്റർ കൂടി ചേർത്ത് നിർമ്മിച്ച് 2000 മീറ്റർ ആക്കും. വൻകിട കമ്പനികളുടെ വലിയ കപ്പലുകൾക്ക് ഒരേ സമയം കൂടുതൽ കപ്പലുകൾ എത്തിച്ച് ചരക്കിറക്കാനാകും. സാമ്പത്തിക വർഷം അവസാനിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്തിന് കനത്ത ആഘാതമേൽപ്പിച്ച് കേന്ദ്ര സർക്കാർ വായ്പാ പരിധിയിൽ 5,900 കോടി രൂപയുടെ കുറവാണ് വരുത്തിയിരിക്കുന്നത്. നിലവിൽ അറിയിച്ചിരിക്കുന്ന 5,900 കോടി രൂപയുടെ കുറവിനു പുറമെ കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയുടെ പേരിൽ നേരത്തെ തന്നെ വായ്പാ പരിധിയിൽ വെട്ടിക്കുറയ്ക്കൽ നടത്തിയിരുന്നു. ഇതെല്ലാം ചേർത്താൽ ഈ സാമ്പത്തിക വർഷം മാത്രം വായ്പാ ഇനത്തിലും ഗ്രാന്റിലുമായി സംസ്ഥാനത്തിന് ഏകദേശം
17,000 കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വായ്പാ വെട്ടിക്കുറയ്ക്കലിന് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കുറച്ചതും സംസ്ഥാനത്തിന് തിരിച്ചടിയാണ്. പദ്ധതിയുടെ ചെലവ് 60:40 അനുപാതത്തിലാക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തും. കേരളത്തിന് കഴിഞ്ഞ വർഷം 9.7 കോടി തൊഴിൽ ദിനങ്ങളാണ് ഉണ്ടായത്. 13.72 ലക്ഷം കുടുംബങ്ങളെ ബാധിക്കുന്ന ഗൗരവകരമായ വിഷയമാണിത്. കേന്ദ്രത്തിന്റെ പുതിയ നീക്കം ഗ്രാമീണ മേഖലയിലെ സാധാരണക്കാരുടെ വരുമാനത്തെയും തൊഴിലിനെയും ഗുരുതരമായി ബാധിക്കും. 2025 ടെക്നോളജി ലോകം ചരിത്രപരമായ മാറ്റങ്ങൾ കണ്ട ഒരു വർഷം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുതൽ സ്മാർട്ട് ഫോണുകൾ വരെയും ചിപ്പുകൾ മുതൽ സൈബർ സുരക്ഷ വരെയും ടെക് ലോകം പുതിയ ദിശയിലേക്ക് മാറിയ വർഷം. ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ 2025 ടെക്നോളജിയുടെ ടേണിംഗ് പോയിന്റ്. മനുഷ്യനും മെഷീനും തമ്മിലുള്ള ബന്ധം പുതിയ ഘട്ടത്തിലേക്ക് കടന്ന വർഷം. മനുഷ്യൻ ചിന്തിച്ചതിലും വേഗത്തിൽ ലോകം മാറിയ ഒരു വർഷം. യന്ത്രങ്ങൾ പഠിക്കുകയും സോഫ്റ്റ്വെയറുകൾ തീരുമാനങ്ങൾ എടുക്കുകയും മനുഷ്യനും സാങ്കേതിക വിദ്യയും ഒരേ ശ്വാസത്തിൽ ജീവിക്കാൻ തുടങ്ങുകയും ചെയ്ത വർഷം. ഇത്തരത്തിൽ ടെക്നോളജി ലോകത്ത് ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് 2025 സംഭവിച്ചത്. 2025 ഏറ്റവും കൂടുതൽ ചർച്ചയായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. ഓഫീസുകളിലും സ്കൂളുകളിലും ആശുപത്രികളിലും AI ദിനചര്യയുടെ ഭാഗമാകുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ചാറ്റ് ബോട്ടുകൾ, AI അസിസ്റ്റന്റുകൾ, സ്വയം തീരുമാനമെടുക്കുന്ന സോഫ്റ്റ്വെയറുകൾ എല്ലാം മനുഷ്യരുടെ ജോലിഭാരം കുറച്ചു. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ഓപ്പൺ AI പോലുള്ള വമ്പൻ ടെക് കമ്പനികൾ AI-ൽ $1 ബില്യൺ നിക്ഷേപങ്ങൾ നടത്തി. AI ഡാറ്റാ സെന്ററുകളും സൂപ്പർ കമ്പ്യൂട്ടറുകളും 2025 ടെക് വ്യവസായത്തിന്റെ ബാക്ക്ബോൺ ആയി. AI-യെ മൈക്രോസോഫ്റ്റ് എല്ലാ ഉൽപ്പന്നങ്ങളിലേക്കും പൂർണ്ണമായി സംയോജിപ്പിച്ചു. ഗൂഗിളിലെ തിരയൽ സംവിധാനങ്ങൾ പോലും AI ആധാരമാക്കി മാറ്റി. ഓപ്പൺ AI മനുഷ്യനെപ്പോലെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന അഡ്വാൻസ്ഡ് മോഡലുകൾ അവതരിപ്പിച്ചു. എൻവിഡിയ AI ചിപ്പുകളുടെ രാജാവായി 2025 ഉയർന്നു. AI മുന്നേറ്റത്തിനായി ലോകത്തെ ടെക് കമ്പനികൾ $1 ബില്യൺ നിക്ഷേപമാണ് നടത്തിയത്. വമ്പൻ ഡാറ്റാ സെന്ററുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ, ക്ലൗഡ് സംവിധാനങ്ങൾ, അങ്ങനെ നിരവധി. 2025 ടെക് വ്യവസായത്തിന്റെ പുതിയ അടിത്തറയായി. എന്നാൽ AI വളർച്ചയ്ക്കൊപ്പം ചിപ്പ് ക്ഷാമവും വളർന്നു. മെമ്മറി ചിപ്പുകളുടെയും AI പ്രൊസസറുകളുടെയും ആവശ്യകത കുത്തനെ ഉയർന്നു. അതേസമയം സൈബർ സുരക്ഷ വലിയ വെല്ലുവിളിയായി. AI ഉപയോഗിച്ചുള്ള സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചതോടെ രാജ്യങ്ങളും കമ്പനികളും സുരക്ഷ ശക്തമാക്കി. 2025 ലോകമെമ്പാടും AI സമ്മിറ്റുകളും ടെക് കോൺഫറൻസുകളും നടത്തി. ഭാവിയിലെ ടെക് ദിശ നിശ്ചയിച്ച വർഷമായി 2025 മാറി. 2025 ആഗോള സ്മാർട്ട് ഫോൺ വിപണി പുതിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. മുൻനിര കമ്പനികൾ സാങ്കേതിക മുന്നേറ്റങ്ങളിലൂടെ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തി. സാംസങ് 2025 ഫോൾഡബിൾ സ്മാർട്ട് ഫോണുകളുടെ പുതിയ തലമുറ അവതരിപ്പിച്ചു. കൂടുതൽ ശക്തമായ പ്രകടനവും മെച്ചപ്പെട്ട സ്ക്രീൻ സാങ്കേതികവിദ്യയും ഉൾപ്പെടുത്തിയ ഈ ഫോണുകൾ വിപണിയിൽ വലിയ ശ്രദ്ധ നേടി. AI അടിസ്ഥാനമാക്കിയുള്ള ഫീച്ചറുകൾ സാംസങ് ഫോണുകളുടെ പ്രധാന ആകർഷണമായി. ആപ്പിൾ ഐഫോൺ സീരീസിൽ AI സാങ്കേതികവിദ്യകൾ കൂടുതൽ ഉൾപ്പെടുത്തി. ക്യാമറയുടെ ഗുണനിലവാരം, സുരക്ഷാ സംവിധാനങ്ങൾ, ബാറ്ററി കാര്യക്ഷമത എന്നിവയിൽ കമ്പനി വലിയ മെച്ചപ്പെടുത്തലുകൾ കൊണ്ടുവന്നു. ഉപഭോക്തൃ അനുഭവം കൂടുതൽ ലളിതമാക്കുകയായിരുന്നു ആപ്പിളിന്റെ ലക്ഷ്യം. ഷവോമിയും വൺപ്ലസും മികച്ച പ്രകടനം നൽകുന്ന പ്രീമിയം ഫോണുകൾ അവതരിപ്പിച്ചു. മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിലും ഫ്ളാഗ്ഷിപ്പ് നിലവാരത്തിലുള്ള ഫീച്ചറുകൾ ലഭ്യമാക്കിയതാണ് ഇവരുടെ മുന്നേറ്റം. ഗൂഗിൾ പിക്സൽ ഫോണുകൾ AI ക്യാമറ സാങ്കേതികവിദ്യയിൽ മുന്നേറ്റം നടത്തി. ഫോട്ടോഗ്രഫിയിലും വീഡിയോ റെക്കോർഡിംഗിലും പുതിയ അനുഭവമാണ് ഗൂഗിൾ നൽകുന്നത്. അതേസമയം നത്തിങ് പോലുള്ള പുതിയ ബ്രാൻഡുകൾ വ്യത്യസ്ത ഡിസൈനും സോഫ്റ്റ്വെയർ അനുഭവവും കൊണ്ടുവന്ന് യുവ ഉപഭോക്താക്കളെ ആകർഷിച്ചു. 2025 ടെക് വ്യവസായത്തിൽ പല പ്രമുഖ കമ്പനികളും മുൻനിര സ്ഥാനങ്ങളിൽ മികച്ച പ്രകടനങ്ങളും ചില മാറ്റങ്ങളും കണ്ടു. ഏറ്റവും വലിയ ടെക് കമ്പനികളുടെ റാങ്കിംഗ് പ്രകാരം 2025 ആപ്പിൾ ലോകത്തിലെ ഏറ്റവും വിലയുള്ള ടെക് കമ്പനിയുടെ സ്ഥാനത്തേക്ക് തിരിച്ചെത്തി. ഏകദേശം $3.17 ട്രില്യൺ വിപണി മൂല്യത്തോടെ മുന്നിൽ നിൽക്കുന്നു. മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ആൽഫാബി, ആമസോൺ എന്നിവയും ലോകത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളായി തുടരുന്നു. ആപ്പിൾ മുതൽ മൈക്രോസോഫ്റ്റും ഗൂഗിളും വരെ ലോകത്തെ മുൻനിര ടെക് കമ്പനികളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? വിശദമായി നോക്കാം. 2025 ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട നേതൃമാറ്റങ്ങൾ നടന്നത് ലോകത്തിലെ ഏറ്റവും വിലയേറിയ ടെക് കമ്പനികളിലൊന്നായ ആപ്പിളിൽ തന്നെയാണ്. വർഷങ്ങളായി ആപ്പിളിന്റെ പ്രവർത്തനങ്ങളുടെ നട്ടെല്ലായിരുന്ന ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ
ജെഫ് വില്യംസ് 2025 ഔദ്യോഗികമായി വിരമിച്ചു. ഇത് ആപ്പിളിന്റെ ഓപ്പറേഷൻസ് വിഭാഗത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അതേസമയം ആപ്പിളിന്റെ AI മെഷീൻ ലേണിംഗ് വിഭാഗം പുനഃസംഘടിപ്പിച്ചു. AI തന്ത്രങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ പുതിയ ചുമതലകളിലേക്ക് മാറുകയും ചിലർ മറ്റ് ടെക് കമ്പനികളിലേക്ക് പോകുകയും ചെയ്തു. AI മേഖലയിലെ ശക്തമായ മുന്നേറ്റത്തിന്റെ ഭാഗമായി മൈക്രോസോഫ്റ്റിലും വലിയ പുനഃസംഘടനകൾ നടന്നു. ഗിറ്റ്ഹബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് മാറ്റം വരുത്തി. ഗിറ്റ്ഹബിനെ മൈക്രോസോഫ്റ്റിന്റെ കോർ AI എഞ്ചിനീയറിംഗ് ടീമിനോട് കൂടുതൽ അടുപ്പിച്ചു. CEO സത്യ നാദല്ലയുടെ നേതൃത്വത്തിൽ AI കേന്ദ്രീകൃതമായ തീരുമാനങ്ങളെടുക്കാൻ പുതിയ എക്സിക്യൂട്ടീവ് ടീമുകൾ രൂപീകരിച്ചു. AI കമ്പനിയുടെ എല്ലാ ഉൽപ്പന്നങ്ങളിലും കേന്ദ്ര ബിന്ദുവാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. ഗൂഗിളിലും മെറ്റയിലും 2025 AI പ്രൈവസി പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥർ കമ്പനികൾ മാറി. ചില മുൻ ആപ്പിൾ ഗൂഗിൾ ഉദ്യോഗസ്ഥർ മെറ്റയിലേക്കും AI സ്റ്റാർട്ടപ്പുകളിലേക്കും മാറി. ഇത് ടെക് ലോകത്തെ ടാലന്റ് വാർ കൂടുതൽ ശക്തമാക്കി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലെ കടുത്ത മത്സരവും പുതിയ ടെക് തന്ത്രങ്ങൾ നടപ്പാക്കാനുള്ള ആവശ്യവും പഴയ നേതൃത്വത്തിൽ നിന്ന് പുതിയ തലമുറയിലേക്കുള്ള മാറ്റവുമായിരുന്നു 2025 ടെക് ലോകത്ത് കണ്ട മാറ്റങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണങ്ങൾ. 2025 ലോകമെമ്പാടും ഉപയോഗിക്കുന്ന AI പ്ലാറ്റ്ഫോമായ ChatGPT പുതിയ തലത്തിലേക്കാണ് കടന്നത്. പുതിയ GPT-5 സീരീസ് മോഡലുകളുടെ വരവോടെ ChatGPT കൂടുതൽ വേഗതയും കൃത്യതയും നേടി. സങ്കീർണമായ ചോദ്യങ്ങൾ പോലും ഇനി കുറച്ചു സമയത്തിനുള്ളിൽ വ്യക്തമായ മറുപടികളായി മാറുന്നു. ടെക്സ്റ്റ് ചാറ്റിൽ മാത്രമായി പരിമിതമായിരുന്ന ChatGPT 2025 വോയിസ്, ചിത്രം, ഡോക്യുമെന്റ് എന്നിവ കൈകാര്യം ചെയ്യുന്ന ഒരു പൂർണ്ണ ഡിജിറ്റൽ അസിസ്റ്റന്റായി മാറിയിരിക്കുകയാണ്. ഉപയോക്തൃ അനുഭവം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ChatGPTയിൽ മെമ്മറി ഫീച്ചറും അവതരിപ്പിച്ചു. ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായ ഒരു സ്മാർട്ട് ഡിജിറ്റൽ കൂട്ടാളിയായി മാറിയതാണ് 2025 ChatGPT. ഇത് ഭാവിയല്ല, ഇത് സിനിമയുമല്ല, മനുഷ്യനും യന്ത്രവും ഒരുമിച്ച് തീരുമാനമെടുക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ തുടക്കമാണ്. 2025 ഇന്ത്യൻ കാർ വിപണിക്ക് സടകുടഞ്ഞെണീക്കാൻ അവസരം നൽകിയ ഒരു വർഷമായിരുന്നു. പതിവ് പോലെയുള്ള പുതിയ മോഡലുകളും ഉത്സവകാല ഇളവുകളും പതിവില്ലാതെ എത്തിയ GST ഇളവുകളുമാണ് നമ്മുടെ കാർ വിപണിക്ക് ആവേശമായത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് 22% വാഹന വിപണി വളർച്ച രേഖപ്പെടുത്തിയിരിക്കുന്നത്. ICRA അനലിറ്റിക്സ് റിപ്പോർട്ടിലാണ് കണക്കുകളുള്ളത്. ഉയർന്ന ആവശ്യകത കണക്കിലെടുത്ത് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സ് അഥവാ OEM വാഹനങ്ങളുടെ മൊത്തമെണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച് 19% വർദ്ധിപ്പിച്ച് 4.1 യൂണിറ്റുകൾ നിർമ്മിക്കുകയും ചെയ്തു. 2026 സാമ്പത്തിക വർഷത്തിൽ ആകെ വാഹന വിൽപ്പന 1 മുതൽ 4% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉയർന്ന ആവശ്യകതയ്ക്കൊപ്പം GSTയിൽ വന്ന കുറവും പുതിയ മോഡലുകളുടെ വരവും വിപണിയെ ഉഷാറാക്കി നിർത്തുമെന്നാണ് പ്രതീക്ഷ. നവംബറിൽ മൊത്ത വിൽപ്പനയുടെ വളർച്ച 3.6%, ചില്ലറ വിൽപ്പന 6.1% രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സെപ്റ്റംബറിൽ 60% ശരാശരി കാത്തിരിപ്പ് കാലാവധി നവംബറിലേക്ക് എത്തിയപ്പോഴേക്കും 44 മുതൽ 46% കുറയ്ക്കാനായതും നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ ഡാറ്റയിലാണ് വിവരങ്ങൾ ഉള്ളത്. നവംബറിലെ പാസഞ്ചർ വാഹന വിൽപ്പനയിൽ 67% യൂട്ടിലിറ്റി വാഹനങ്ങളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബറിലെ ഉത്സവകാല വിപണിയുടെ ഉണർവിനെ അപേക്ഷിച്ച് നവംബറിൽ വിൽപ്പന കുറവായിരുന്നുവെന്നതും ശ്രദ്ധേയം. മിനി, കോമ്പാക്ട്, സൂപ്പർ കോമ്പാക്ട് വിഭാഗങ്ങളും GST ഇളവിന്റെ നേട്ടങ്ങൾ സ്വന്തമാക്കി. മുച്ചക്ര വാഹന വിപണിയും നവംബറിൽ 21.3% വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ട് 71,999 യൂണിറ്റിലേക്ക് വിൽപ്പന എത്തിച്ചു. ഇരുചക്ര വാഹന വിപണി നവംബറിൽ 21.2% വർദ്ധിച്ച് 19,44,475 യൂണിറ്റ് വിൽപ്പനയിലേക്കെത്തി. സ്കൂട്ടർ വിപണി 29.4% വർദ്ധിച്ച് 7,35,753 യൂണിറ്റിലേക്കാണ് വിൽപ്പന എത്തിച്ചത്. മോട്ടോർ സൈക്കിളുകളുടെ വിൽപ്പനയാകട്ടെ 17.5% വളർച്ചയോടെ 11,63,751 യൂണിറ്റിലേക്ക് എത്തി. ചരക്കുവാഹനങ്ങളുടെ വിൽപ്പന 10.9% വർദ്ധിച്ച് 10,874 യൂണിറ്റായി. പശ്ചിമേഷ്യയും ലാറ്റിൻ അമേരിക്കയും അടക്കമുള്ള രാജ്യാന്തര വിപണികളിലും ഇന്ത്യൻ നിർമ്മിത വാഹനങ്ങൾക്ക് മികച്ച വിപണിയാണ് ലഭിക്കുന്നത്. ഇന്ത്യയിലെ വാഹന വിപണിക്കുണ്ടായ പൊതു ഉണർവ് 2026 തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെല്ലുവിളികൾ ഉണ്ടായെങ്കിലും
2025 ഇന്ത്യക്കൊരു ഗ്രോത്ത് ഇയർ ആയിരുന്നു. ലോകം മാറുന്നു, സാങ്കേതിക വിദ്യ മാറുന്നു. മാറുന്ന ലോകത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട്, അതാണ് ഭാവിയെ നിർണ്ണയിക്കുക.